Our next topic is recent economic initiatives. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നാളുകൾ മുമ്പ് നടന്നിട്ടുള്ള സാമ്പത്തിക രംഗം അല്ലെങ്കിൽ സാമ്പത്തിക മേഖല മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ റീസെൻറ്റ് എക്കണോമിക് ഇനിഷ്യേറ്റീവ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മെയിനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് 2 കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതായത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ 2 പ്രോഗ്രാംസ് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് നീതി ആയോഗ് ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. ഈ 2 പദ്ധതികളാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ജനറലായിട്ട് പറയാവുന്നൊരു ടോപ്പിക്കാണ്. നമുക്ക് ഒരിക്കലും അറിയാത്തൊരു ടോപ്പിക്കല്ല, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് നീതി ആയോഗ് അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ടി വിയിലും അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ആയിട്ട് പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ എക്കണോമിയുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഫാസ്റ്റർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 2 പദ്ധതികളാണ് നീതി ആയോഗ് ആൻഡ് മേക്ക് ഇൻ ഇന്ത്യ. അതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ്. ഇനി അതിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നീതി ആയോഗിനെ കുറിച്ചാണ്. ദറ്റ് ഈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. നീതി ആയോഗിൻ്റെ ഫുൾ ഫോമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പറയുന്നത്, എന്താണ് നീതി ആയോഗ് എന്നുള്ളത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ്, ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ സമയത്ത് എന്താണോ അല്ലെങ്കിൽ ഏതൊരു രീതിയിലാണോ ഇന്ത്യ ഇരുന്നിരുന്നത് അതിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് അറിയാത്തതൊന്നുമല്ല. ഇത് നമ്മൾ മുന്നേ ഇവിടെ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിയിട്ട് യൂണിയൻ ക്യാബിനറ്റ്, അതായത് നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്ക് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ഏതിനെ പറയാം, നീതി ആയോഗിനെ പറയാം. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനിലേക്ക് നോക്കാം. The National Institution for Transforming India is also called Niti Aayog, which was set up through a resolution of Union Cabinet on 1st January 2015. 2015 ജനുവരി 1 ഇതിൽ മാറ്റം വരുത്തിക്കൊണ്ട്, അതായത് ഈ പ്ലാനിംഗ് കമ്മീഷൻ മാറ്റിയിട്ട് അതിന് പകരം നമുക്ക് നീതി ആയോഗ് കൊണ്ടുവരാമെന്നുള്ള ഒരു തീരുമാനം യൂണിയൻ ക്യാബിനറ്റിൽ പാസ്സായത്. ഇനി ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ നീതി ആയോഗ് ടു റീപ്ലേസ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1950. അതായത് 1950 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്ലാനിംഗ് കമ്മീഷനെ നീതി ആയോഗ് വഴി മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ആൻഡ് നീതി ആയോഗ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊവൈഡ് ബോത്ത് ഡയറക്ഷണൽ ആൻഡ് പോളിസി ഇൻപുട്സ് ടു ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കുറേ എയിംസ് അവർക്കുണ്ട്, കുറേ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിനി കാണാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഇവർ പറയുന്നത് ഈ നീതി ആയോഗ് തുടങ്ങിയത് തന്നെ, എസ്റ്റാബ്ലിഷ് ചെയ്തത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ബോത്ത് ഡയറക്ഷണൽ ആൻഡ് പോളിസി ഇൻപുട്സ് ടു ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. സ്റ്റേറ്റിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും അവർക്ക് അവരുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ പോളിസി ഇൻപുട്സ്, അവർ നടപ്പിലാക്കാൻ പോകുന്ന പോളിസിയിലെ ഇൻപുട്സ് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മേഖലയിൽ അത് നടപ്പിലാക്കണം എന്നുള്ള തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം, നീതി ആയോഗ് ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് പറയാം. ആൻഡ് ആയോഗ് വിൽ ഡിസൈൻ സ്ട്രാറ്റജിക് ആൻഡ് ലോങ് ടേം പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഈ നീതി ആയോഗ് എന്താണ്, ഒരു സ്ഥാപനമായിട്ട് ഇരിക്കുകയല്ല, പകരം എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് വിൽ ഡിസൈൻ ദ സ്ട്രാറ്റജിക്, അതായത് നമ്മൾ കോമ്പറ്റീറ്റേഴ്സായിട്ട് മറ്റുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ്റായിട്ട് ഏതൊരു ആൾക്കാരായിട്ട് വേണമെങ്കിൽ, അതായത് ഇപ്പോൾ കമ്പനീസ് ആവണമെന്നില്ല, ഗവൺമെൻറ് സെക്ടറായാലും പല പല സെക്ടേഴ്സ് തമ്മിൽ പല പല എക്കണോമീസ് തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന് പറയില്ലേ, ആ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള പോളിസീസ്, ലോങ് ടേം പോളിസീസ്, പല പല പദ്ധതികൾ, പ്രോഗ്രാംസ്, ഇതൊക്കെ വിഭാവനം ചെയ്യുക, അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ നീതി ആയോഗിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഉപദേശക സമിതിയായിട്ടും അവർ നിൽക്കുന്നുണ്ട്, എന്തൊക്കെ പ്രോഗ്രാംസ് ഏതൊക്കെ മേഖലയിൽ നടപ്പിലാക്കണം എന്നുള്ളതും നമ്മൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ഒരു ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. അതുമാത്രമല്ല സാങ്കേതികപരമായിട്ട് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ടെക്നിക്കൽ അഡ്വൈസ് ടു ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്. അതും കൂടി നിങ്ങളൊന്ന് മാർക്ക് ചെയ്യണം ഇതിൽ.
അപ്പോൾ സാങ്കേതികപരമായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന നീതി ആയോഗ് നമുക്ക് സെൻട്രലിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും നൽകുന്നുണ്ട് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം. പിന്നെ അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ പുതിയ പുതിയ ഇന്നോവേഷൻസ്, പിന്നെ സാധാരണഗതിയിൽ നമ്മൾ എല്ലാ തരത്തിലും പറയുന്നതായിട്ടുള്ള പോയിൻറ്റ്സും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു ജനറൽ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചോദിക്കാവുന്നൊരു സബ്ജക്റ്റാണ്. അതായത് ചിലപ്പോൾ ഇപ്പം അത്രയും ബുദ്ധിമുട്ടുള്ളൊരു പേപ്പറാണെങ്കിൽ ഇത് എസ്സേക്ക് പോലും വാട്ട് ആർ ദ എക്കണോമിക് ഇനിഷ്യേറ്റീവ്സ്, റീസെൻറ്റ് എക്കണോമിക് ഇനിഷ്യേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞ് എസ്സേക്ക് പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള പേപ്പറാണെങ്കിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബിക്കോസ് ഇതിലെ പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ എഴുതിയിട്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണിത്. അല്ലെങ്കിൽ ഒരു 5 or 4 മാർക്സിന് വാട്ട് ഈസ് നീതി ആയോഗ് ഓർ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് എന്താണെന്നുള്ള രീതിയിലും ചോദിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഓരോ പോയിൻറ്റ്സ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാമെന്നുള്ളൂ, അല്ലാതെ നമ്മൾ അത്ര ബുദ്ധിമുട്ടാണെന്ന് വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കെല്ലാം അറിയാവുന്ന പോയിൻറ്റ്സാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തിനു വേണ്ടിയിട്ടാണ് നീതി ആയോഗ്, അവരുടെ എയിം എന്താണെന്നുള്ളത് നമുക്ക് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത്, നീതി ആയോഗ് ഈസ് എസെൻഷ്യലി ആൻ അഡ്വൈസറി ബോഡി that seeks to provide critical and directional strategic inputs across spectrum of key elements of policy of the central as well as states. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റിനെ കട്ട് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവരിനി ഓരോ പോയിന്റ്സും പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ഈ നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോഡിയാണ്, ഒരു ഉപദേശക സമിതിയാണ് എന്നുള്ളതാണ്. ദാറ്റ് സീക്സ് ടു പ്രൊവൈഡ് ക്രിട്ടിക്കൽ ആൻഡ് ഡയറക്ഷണൽ സ്ട്രാറ്റജിക് ഇൻപുട്സ്, അതായത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് നടത്തിപ്പ് ഓരോരോ സ്ഥാപനങ്ങൾ, അതായത് സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഓരോ സ്ഥാപനങ്ങളും എത്രയും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടപ്പിലാക്കണം. നേരത്തെ പറഞ്ഞ പോലെ സ്ട്രാറ്റജിക് ഇൻപുട്സ്, എന്തൊക്കെ ഇൻപുട്സ് ഉപയോഗിച്ച് ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ നടത്തണം എന്നുള്ളതും നമ്മൾ അക്രോസ് ദ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ എന്നുള്ളതാണ് പറയുന്നത്, അതായത് പ്രീഷ്യസ് ആയ എന്നുള്ള അർത്ഥം വരുന്നതാണ്. അക്രോസ് ദ സ്പെക്ട്രം ഓഫ് കീ എലമെൻറ്റ്സ് ഓഫ് പോളിസി അപ് ടു ദ സെൻട്രൽ, അതായത് ഓരോ പോളിസികളും നടപ്പിലാക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഇൻപുട്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിലേറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുക, അതായത് ഇക്വിറ്റി ഷെയർ വാങ്ങുക അല്ലെങ്കിൽ ഡിബെഞ്ചർ വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും ഫേവറബിൾ ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് തരുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പറയില്ലേ. അപ്പോൾ അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊക്കെ ഉപദേശം കൊടുക്കുക എന്നുള്ളതും ഇതിൻ്റെ എയിമായിട്ട് വരുന്നതാണ്, നീതി ആയോഗിൻ്റെ എയിമായിട്ട് വരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് വരുന്നത്, ഇറ്റ് ഓൾസോ സീക്സ് ടു പുട്ട് ആൻ എൻഡ് ടു the slow and tardy implementation of the policy by fostering inter-ministry, interstate and central state coordination. അതായത് ഇത് ഒരു അന്ത്യം കുറിക്കുക. അതായത് എന്തിനാണ് അന്ത്യം കുറിക്കുന്നത്? അതായത് ഇതിൽ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കുമ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും അതുപോലെ തന്നെ മിനിസ്ട്രി, പല പല സെക്ടറുകൾ തമ്മിലുള്ള പല പല വിഭാഗങ്ങളുണ്ടാവുമല്ലോ, ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്ട്രി തമ്മിലുള്ള ഒരു കോർഡിനേഷൻ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു ഐക്യം, ഇതൊക്കെ കാരണം ഇത് അങ്ങനെ ഒരു കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് അതായത് മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മുടെ സംസ്ഥാനം അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ തമ്മിലുള്ള കോർഡിനേഷനൊക്കെ ഇല്ലാത്തതുകൊണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പല പോളിസികളും പല കാര്യങ്ങളും നടപ്പിലാക്കാനായിട്ടൊരു സ്ലോ എന്ന് പറയില്ലേ, അതായത് ഒരു തടസ്സം, അല്ലെങ്കിൽ ടാർഡി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തളർച്ച അല്ലെങ്കിൽ ഡിലേ, ഒരു കാലതാമസം വരിക എന്ന് പറയും. അതായത് മറ്റുള്ള സ്റ്റേറ്റ്സുമായിട്ട് നമ്മുടെ സ്റ്റേറ്റ്സിന് ബന്ധമില്ലെങ്കിൽ നമുക്കൊരു പോളിസി നടപ്പിലാക്കണമെങ്കിൽ അത്രയും കാത്തിരിക്കേണ്ടതായിട്ട് വരും. അവരെ സമ്മതം വേണം, പല പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദം വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ ഒരുപാട് സമയം നഷ്ടമാകും. അപ്പോൾ അങ്ങനെയുള്ള സമയനഷ്ടങ്ങൾ, ഡിലേയ്സ് ഒക്കെ ഇല്ലാതാക്കുക, അതിനൊക്കെ ഒരു അന്ത്യം കുറിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നീതി ആയോഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഡിലേയ്സ് ഒഴിവാക്കി പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പിലാക്കാനും നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് സാധ്യമാക്കാനും വേണ്ടിയിട്ടാണത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തത്, സ്ട്രോങ് സ്റ്റേറ്റ്സ് makes a strong nation. It's a core idea, and Ayog will foster corporate federalism by evolving a shared vision of national development priorities.
അതായത് നല്ല ഉറപ്പോട് കൂടിയിട്ട്, അത് നമുക്കറിയാമല്ലോ, നല്ല ഉറപ്പോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ആർജവത്തോട് കൂടിയിട്ടുള്ള സംസ്ഥാനങ്ങൾക്കേ നല്ലൊരു നേഷൻ, ഒരു രാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നീതി ആയോഗ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. സംയുക്ത സംസ്ഥാനം, അതായത് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ചുകൊണ്ട് സംയുക്ത സംസ്ഥാനമായിട്ട് ഒരുമിച്ചുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു ഷെയർഡ് വിഷൻ ഓഫ് നാഷണൽ, അതായത് മൊത്തത്തിൽ നമ്മുടെ രാജ്യ താല്പര്യത്തിന് വേണ്ടി, രാജ്യ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വിഷൻ ആയിരിക്കണം, അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരിക്കണം ഓരോ സംസ്ഥാനങ്ങൾക്കും വേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ സാധ്യമാക്കാനായിട്ട് നീതി ആയോഗ് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ അതിനെ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടായിന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത പക്ഷം നമുക്ക് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് തടസ്സമായിട്ട് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പൊളിറ്റിക്കൽ ആയിരിക്കാം, പല പല റീസൺസ് ആയിരിക്കാം. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കിയിട്ട് എല്ലാവരെയും ഒരു ഒറ്റ ഒബ്ജക്റ്റീവ്, അതായത് ഒറ്റ ലക്ഷ്യം, രാജ്യത്തിൻ്റെ ഇക്കണോമിക് വളർച്ച, സാമ്പത്തിക വളർച്ച മാത്രമായിരിക്കണം ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുക. അതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട്, ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് നീതി ആയോഗ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് അവരുടെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തതാണ്, ഇറ്റ് has been envisaged to follow the bottom-top development approach whereby it would develop mechanism to formulate credible plans to the village level and aggregate this progressively at higher levels of government. It has been envisaged എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭാവനം ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വിഭാവനം ചെയ്യുന്നത്? നീതി ആയോഗ്, അതായത് താഴെ മുതൽ ടോപ്പ് മുതൽ ബോട്ടം വരെ, അതായത് മുകളിൽ മുതൽ താഴെ വരെയുള്ള എല്ലാ ഡെവലപ്മെൻറ്റും സാധ്യമാക്കാൻ വേണ്ടിയിട്ട് നല്ല എന്താണ് വിശ്വസനീയമായിട്ടുള്ള, നടപ്പിലാക്കാൻ പറ്റുന്ന ക്രെഡിബിൾ പ്ലാൻസൊക്കെ നമ്മൾ നടപ്പിലാക്കുക. ഇവിടെ വില്ലേജ് ലെവൽ മുതൽ, അതായത് താഴെ തട്ടിലുള്ള വില്ലേജ് ലെവൽ മുതൽ ടോപ്പ് ലെവൽ സെക്ടേഴ്സ് അടക്കം ഒന്നിച്ച് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമങ്ങൾ ആര് നടത്തുന്നത്? നീതി ആയോഗ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു മേഖല മാത്രം ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അപ്പം ഒരു മേഖല ടോപ്പ് ലെവൽ, അതായത് കുറേ ഇപ്പോൾ ഒരു ജ്വല്ലറി അങ്ങനത്തെ ഒരു സെക്ടർ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ മേഖല എടുക്കുകയാണ്, ഒരു IT സെക്ടർ എടുക്കുകയാണ്, ആ ഒരു ലെവലിലുള്ളത് മാത്രം ഇമ്പ്രൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യ വളർച്ച സാധ്യമാവില്ല. അത് മാത്രമല്ല വേണ്ടത്, നമ്മുടെ വില്ലേജ് ലെവലിലുള്ള ഡെവലപ്മെൻറ്റും സാധ്യമാകണം. അപ്പോൾ ടോപ്പ് ടു ബോട്ടം ലെവൽ ഫുള്ളി കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആയിരിക്കണം, ഒരു സ്ട്രാറ്റജി ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടി നീതി ആയോഗിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 5th വണ്ണാണ്. ഇറ്റ് വുഡ് ഓൾസോ പേ അറ്റൻഷൻ ടു ദ വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ദാറ്റ് മേ നോട്ട് ഹാവ് ബീൻ ബെനിഫിറ്റഡ് ഫ്രം എക്കണോമിക് പ്രോഗ്രസ്. അത് നമ്മൾ സാധാരണഗതിയിൽ നേരത്തെ വില്ലേജ് ലെവലിൽ പറഞ്ഞ പോലെ തന്നെയാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സൊസൈറ്റിയിലെ ഒരു വിഭാഗങ്ങളെ, അതായത് മുന്നേ അവർക്ക് ഒരു ബെനിഫിറ്റും ഒരു അഡ്വാൻറ്റേജും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അത്തരത്തിലുള്ള വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ പുതിയ ഇൻഡസ്ട്രീസ് തുടങ്ങുക, അവിടെയുള്ളവർക്ക് ജോലി കൊടുക്കുക, അവിടെ എക്കണോമിക്കായിട്ട് ഭദ്രത വരുത്തുക. അവരുടെ ഓട്ടോമാറ്റിക്കലി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ തന്നെ അവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവരുടെ ഒരു ജീവിത നിലവാരം, ഇതൊക്കെ തന്നെ കൂടിക്കോളും. അപ്പോൾ അത് കൂടുന്നത് വഴി എന്ത് ഓട്ടോമാറ്റിക്കലി കൂടും? നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീക്കർ സെക്ഷൻസ് എവിടെയാണോ ഡെവലപ്മെൻറ്റ് പിന്നിലായി നിൽക്കുന്നത്, എവിടെയാണോ ഡെവലപ്മെൻറ്റ് സാധ്യമാവാത്തത്, അവിടെ നമ്മൾ കൂടുതൽ ഡെവലപ്മെൻറ്റ് പദ്ധതികളൊക്കെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി നടത്തുന്നത് നീതി ആയോഗിൻ്റെ ഒരു കടമയാണ്. നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് വുഡ് ക്രിയേറ്റ് നോളജ്, ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രീനറിയൽ സപ്പോർട്ട് ത്രൂ എ കമ്മ്യൂണിറ്റി ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ എക്സ്പേർട്ട് പ്രാക്ടീഷണേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ്. അതുമാത്രമല്ല, പുതിയ പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള നോളജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യാപാരി, അല്ലെങ്കിൽ നമ്മുടെ പുതിയതായിട്ടൊരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും, എൻ്റർപ്രണറിയൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വളർത്തിയെടുക്കാനും അതുവഴി നമുക്ക് നാഷണൽ ആൻഡ് എങ്ങനെയാണ് ത്രൂ എ കമ്മ്യൂണിറ്റി ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ എക്സ്പേർട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നോവേഷൻ സാധ്യമാക്കാനും ഇതുപോലെ തന്നെ നോളജൊക്കെ പറഞ്ഞു തരാനും നമുക്ക് പുറമേ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരും അവിടെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സ് ആയിരിക്കും, പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൺട്രിയിലേക്ക് കൊണ്ടുവരാനും അവരുടെ അറിവുകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനുമായിട്ടുള്ള
ഒരു സാഹചര്യം നീതി ആയോഗ് വഴി സാധ്യമാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതും അവരുടെ ഒരു എയിം ആൻഡ് ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് 7th one ആണ്. ഇറ്റ് വുഡ് സെർവ് ആസ് എ പ്ലാറ്റ്ഫോം ഫോർ റിസൊല്യൂഷൻ ഓഫ് ഇന്റർസെക്ടറൽ ആൻഡ് ഇന്റർഡിപ്പാർട്ട്മെൻറ്റൽ ഇഷ്യൂസ് ഇൻ ഓർഡർ ടു ആക്സിലറേറ്റ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഡെവലപ്മെൻറ്റ് അജണ്ട. അതായത് ഇതൊരു പ്ലാറ്റ്ഫോമായിട്ട് നിൽക്കുകയാണ്. അതായത് നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ് ഫോർ റിസൊല്യൂഷൻ. അതായത് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ. അത് പല പല സെക്ടറുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, പല ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ അതൊക്കെ ഒരു പദ്ധതി അവിടെയൊക്കെ നടപ്പിലാക്കുമ്പോൾ പല പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. ഈഗോ സംബന്ധമായിട്ടുള്ള, പൊളിറ്റിക്കൽ സംബന്ധമായിട്ട്, ഫിനാൻഷ്യലായിട്ട്, അങ്ങനെയുള്ള ഒരുപാട് പ്രതിബന്ധങ്ങൾ നമുക്ക് വരും ഒരു കാര്യം നടപ്പിലാക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള പ്രതിബന്ധങ്ങളൊക്കെ ഒഴിവാക്കി ഈ പദ്ധതികൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നീതി ആയോഗ് മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് 8th one ആണ്. ഇറ്റ് വിൽ ഓൾസോ മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ് ദ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ഫോക്കസ് ഓൺ ടെക്നോളജി അപ്ഗ്രഡേഷൻ ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. അതുമാത്രമല്ല, ഇപ്പം നമ്മൾ ഒക്കെ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ആ പ്രോഗ്രാംസൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നോളജീസ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുക, അതായത് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക, അതൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള നമ്മുടെ കയ്യിലൊരു മെഷീനറി ഉണ്ടെങ്കിൽ അതിലൊരു 100 യൂണിറ്റ് പെർ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ എത്രയാക്കി കൂട്ടുന്നു, ഒരു 200 യൂണിറ്റ് ആക്കി കൂട്ടുന്നു. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക, കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പുതിയ മെഷീൻസൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യുക, അത്തരത്തിലൊക്കെ ചെയ്യുന്നത് ഒക്കെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി എല്ലാം എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ സംരംഭങ്ങളും പുതിയ പുതിയ മെഷീൻസും ഇന്നൊവേഷൻസും ടെക്നോളജി സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒക്കെ മുൻകൈ എടുത്ത് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മളീ പറയുന്ന പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. പിന്നെ കമ്പോസിഷൻ ഓഫ് നീതി ആയോഗാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ മേൽനോട്ടം അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ ഓഫീസേഴ്സ് ഉണ്ട്, ഓഫീസേഴ്സ് ഇൻ ചാർജ് ആരൊക്കെയാണെന്നുള്ളതാണ് ബാക്കിയുള്ളതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം ഇത് 2 പാരഗ്രാഫായിട്ട് ഒരുപാട് ആൾക്കാർ ഏതൊക്കെ പൊസിഷനിലുണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ മെയിനായിട്ട് ഇതിൽ പറയുന്നത് നമ്മുടെ ചെയർമാൻ ആരാണ്, നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന PM ആണ്. ഇപ്പോൾ കറൻ്റ്ലി അത് നമുക്ക് നരേന്ദ്രമോദി ജിയാണ്, അതായത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഈ നീതി ആയോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ചെയർമാൻ നരേന്ദ്രമോദി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കാം. പിന്നെ അത് മാത്രമല്ല, ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് ദ യൂണിയൻ ടെറിട്ടറി വിൽ ബി മെമ്പേഴ്സ് ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൽ ആരൊക്കെയായിരിക്കും മെമ്പേഴ്സ് എന്നുള്ളതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് മിനിസ്റ്റേഴ്സും അവരെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പിന്നെ യൂണിയൻ ടെറിട്ടറിയിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ളവർ എല്ലാവരും ഈ നീതി ആയോഗിലെ മെമ്പേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ റീജിയണൽ കൗൺസിൽസ് വുഡ് ബി ക്രിയേറ്റഡ് ആസ് പെർ നീഡ് ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് വുഡ് ബി ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് റെസ്പെക്റ്റീവ് റീജിയൻസ്. ഇതിൽ റീജിയണൽ കൗൺസിൽ ആവശ്യമാണെങ്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന. ആവശ്യമാണ് ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ, ഒരു റീജിയണിൽ ഒരു കൗൺസിൽ ആവശ്യമാണെങ്കിൽ ആ നീഡിനനുസരിച്ച് അവിടെ അത് ഫോം ചെയ്യുന്നു. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ CM ആയിരിക്കും. പിന്നെ മറ്റ് യൂണിയൻ ടെറിട്ടറിയിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സും ആയിരിക്കും അവിടുത്തെ മെമ്പേഴ്സ് എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് വൈസ് ചെയർപേഴ്സണും പ്രൈം മിനിസ്റ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാൾ വൈസ് ചെയർപേഴ്സണൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ബാക്കി അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് ആരൊക്കെയാണ് ഏതൊക്കെ പൊസിഷനിലാണ് എന്നുള്ളത് പറയുന്നത്. ഒരു 4-5 പൊസിഷൻ സ്റ്റാർട്ടിങ്ങിലുള്ളത് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കമ്പോസിഷൻ ഓഫ് നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ ചോദിക്കില്ല, പക്ഷേ നമുക്ക് ഇൻ കേസ് എസ്സേയിലൊക്കെ വരികയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ എഴുതുന്നത് നന്നായിരിക്കും.